വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് നല്ലൊരു ഫേസ് പാക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. ഈ ഫേസ് പാക്ക് മാത്രമല്ല, നമ്മൾ ആദ്യം ഒരു സ്ക്രബ്ബർ കാണിക്കുന്നത്, അത് കഴിഞ്ഞിട്ട് ഒരു ഫേസ് പാക്കും കൂടിയാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ രണ്ട് സംഭവത്തിനും കൂടിയിട്ട് ആകെ ഒരു ഇൻഗ്രീഡിയൻസ് മാത്രമേ ആവശ്യമുള്ളൂ. വേറെ ഒന്നല്ല, ടൊമാറ്റോ ആണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ നമുക്ക് എല്ലാം കൊണ്ടും നല്ല ഗുണമുള്ള ഒരു സാധനമാണ് ടൊമാറ്റോ കേട്ടോ. ഫേസിലാണെങ്കിലും നമുക്ക് കഴിക്കാനാണെങ്കിലൊക്കെ എന്തുകൊണ്ടും ഗുണമുള്ള ഒരു സംഭവമാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടൊമാറ്റോ വെച്ചിട്ടാണ് നമ്മൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. രണ്ട് പാക്കും, അതായത് നമ്മൾ സ്ക്രബ്ബറായിട്ട് യൂസ് ആക്കണതാണെങ്കിലും അതേപോലെ പാക്കാണെങ്കിലും ഈ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. ഈ ടൊമാറ്റോ മാത്രം മതി. പിന്നെ അതിൽ കൂടെ നമ്മൾ കുറച്ച് ചെറിയ മരുന്നുകളൊക്കെ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് ടൊമാറ്റോ ഉണ്ടല്ലോ, നമ്മളുടെ ഫേസിലുണ്ടാവുന്ന സൺബാൻ കുറയ്ക്കാനും അതേപോലെ വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വേഗം റിമൂവ് ആക്കാനും എല്ലാം കൊണ്ടും അടിപൊളിയാണ് ടൊമാറ്റോ കേട്ടോ. പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടും ടൊമാറ്റോ യൂസ് ചെയ്താൽ തന്നെ. സ്കിന്ന് ഭയങ്കര ചുളുങ്ങിയ സ്കിന്നൊക്കെ ആണെങ്കിൽ തന്നെ ഉണ്ടല്ലോ, അത് ഭയങ്കര ഗ്ലോ ആക്കി അതൊക്കെ മാറ്റി നല്ലൊരു സ്കിൻ ടോൺ തരും കേട്ടോ. രണ്ട് ഷെയ്ഡ് ഉള്ളവർക്കൊക്കെ, ചിലർക്ക് സ്കിന്നിൽ രണ്ട് ഷെയ്ഡൊക്കെ ഔട്ടില്ലേ, വെയിലടിച്ച ഭാഗങ്ങളിൽ അതിൽ സൺ ടാനൊക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് തന്നെ രണ്ട് ഷെയ്ഡായിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ റിമൂവ് ആയിട്ട് നല്ലൊരു റിസൾട്ട് കിട്ടും ഈ ടൊമാറ്റോ കൊണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് ഓവർ ഇതാക്കുന്നില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് പോകാം. എന്തൊക്കെയാണ് ഫസ്റ്റ് നമ്മൾ ഈ സ്ക്രബ്ബർ എങ്ങനെ യൂസ് ആക്കാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് സ്ക്രബ് ചെയ്യാൻ ആദ്യം ഞാനിവിടെ കുറച്ച് കോഫി പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ ആവശ്യം പഞ്ചസാരയാണ് കേട്ടോ. അപ്പോൾ രണ്ടും ഞാൻ ചെറിയൊരു അളവിൽ എടുത്തിട്ടുള്ളൂ, നമുക്ക് വലിയ ക്വാണ്ടിറ്റിയിലൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. എന്നിട്ട് ഞാനൊരു തക്കാളി എടുത്തിട്ടുണ്ട്, അത് നമുക്ക് പകുതിയായി മുറിച്ചിട്ട് അതിൻ്റെ പകുതി മാത്രം മതി കേട്ടോ. അപ്പം ഞാൻ തക്കാളി പകുതി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു കോഫി പൗഡറും പഞ്ചസാരയിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് തക്കാളി അപ്ലൈ ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതാണ് കേട്ടോ. ഡയറക്റ്റ് നമുക്ക് ഫേസിൽ തേച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രബ്ബർ നല്ല റിസൾട്ടീവായിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് ഇത്. നമുക്ക് വേറൊരു പാക്കോ അല്ലെങ്കിൽ വേറൊരു ഫേസ് മാസ്ക് ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്ക്രബ്ബർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. അത്രയും റിസൾട്ടീവാണ് കേട്ടോ ഈ ഒരു സ്ക്രബ്ബർ. നമുക്ക് എങ്ങോട്ടെങ്കിലും പെട്ടെന്ന് പോകണം, ഇല്ലെങ്കിൽ ഫേസിൽ എവിടേക്കെങ്കിലും പോയി വന്നിട്ടുള്ള പൊടി ചളിയൊക്കെ മാറ്റാൻ നമുക്കൊരു ഫേസ് വാഷ് യൂസ് ചെയ്യാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്ക്രബ്ബർ മാത്രം യൂസ് ചെയ്താൽ മതി കേട്ടോ. നല്ല റിസൾട്ടീവാണ്. അപ്പം നമുക്ക് ടാനൊക്കെ ഉള്ളവിടെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ സ്ക്രബ്ബറും കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ടാനൊക്കെ വേഗം റിമൂവ് ആക്കും കേട്ടോ ഈ ഒരു സ്ക്രബ്ബർ. അപ്പം നമ്മൾ ഫേസ് അപ്ലൈ ചെയ്യുമ്പോൾ ക്രീമാണെങ്കിലും അതേപോലെ ഓരോ ഫേസ് പാക്കോ എന്തോ ആയിക്കോട്ടോ, എന്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴും താഴോട്ട് ആക്കാതെ മേലേക്ക് മാത്രം ആക്കിയിട്ട് അപ്ലൈ ചെയ്യുക കേട്ടോ. അതായത് നമുക്ക് താഴോട്ട് ഇങ്ങനെ ഫേസിൽ താഴോട്ട് തേക്കുന്ന ടൈമിൽ സമയത്ത് ഇങ്ങനെ സ്കിന്ന് താഴേക്ക് തൂങ്ങി ഇറങ്ങാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ കവിള് താഴത്തേക്ക് ഇങ്ങനെ തൂങ്ങി ഇറങ്ങണ പോലെ തോന്നും കേട്ടോ. അങ്ങനെ ആവും ഒരുപാട് അങ്ങനെ ആക്കിയ ഫേസ്. അപ്പോൾ നമ്മൾ എന്തും അപ്ലൈ ചെയ്യുമ്പോൾ മുകളിലേക്ക് ആക്കിയിട്ട് അപ്ലൈ ചെയ്യാൻ നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ എല്ലാവിടെയും സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് കണ്ണിൻ്റെ താഴെയുള്ള ടാനൊക്കെ മാറ്റാൻ ഈ ഒരു ടൊമാറ്റോ നല്ലതാണ് കേട്ടോ. ടൊമാറ്റോ ഇങ്ങനെ അപ്ലൈ ചെയ്യാതെ അതിൻ്റെ ജ്യൂസ് മാത്രം എടുത്തിട്ട്, ടൊമാറ്റോ ജ്യൂസ് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല റിസൾട്ടീവാണ് കണ്ണിൻ്റെ താഴെയുള്ള ടാനൊക്കെ മാറ്റാൻ കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാവിടെയും നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിത് വേഗം തന്നെ ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് നേരം വെച്ചാൽ മതി, വേഗം തന്നെ ഉണങ്ങി കിട്ടും. നമുക്ക് അതേപോലെ സ്ക്രബ് ചെയ്യുന്ന ടൈമിൽ എത്ര നേരം സ്ക്രബ് ചെയ്താലും കുഴപ്പം, അത്രയും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം നമുക്കൊരു 5 മിനിറ്റൊക്കെ സ്ക്രബ് ചെയ്യാം കേട്ടോ. എത്ര വേണമെങ്കിൽ നേരം സ്ക്രബ് ചെയ്യാൻ പ്രശ്നമല്ല. അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം നന്നായിട്ട് തന്നെ സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് മൂക്കിൻ്റെ താഴെയുള്ള ഇതും അതേപോലെ ചുണ്ടിൻ്റെ സൈഡിൽ ഉണ്ടാവുന്ന കറുപ്പൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വേഗം തന്നെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഒന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. കുറച്ച് നേരം വെച്ചാൽ മതി, അപ്പോഴേക്കും നന്നായിട്ട് തന്നെ ഒന്ന് ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഡയറക്റ്റ് വാഷ് ചെയ്യാതെ നമുക്ക് കുറച്ച് ആദ്യം വെള്ളം തൊട്ട് മുഖം ഒന്ന് നന്നായിട്ട് സോഫ്റ്റ് ആക്കിയ ശേഷം ഒരു ക്ലോത്ത് വെച്ചിട്ട് തുടച്ച് കൊടുക്കുന്നതാണ് നല്ലത് കേട്ടോ. ഞാൻ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറ്, നമുക്ക് റിസൾട്ട് നേരെ മനസ്സിലാവാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം നന്നായിട്ട് തന്നെ വെള്ളം തൊട്ടിട്ട് ഫേസ് ഒന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ക്ലോത്ത് വെച്ചിട്ട് തന്നെ നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ആ ഒരു സ്ക്രബ്ബറും കൊണ്ട് തന്നെ നമ്മുടെ ഫേസിലുണ്ടാവുന്ന മാറ്റം നോക്കി നോക്കും. നന്നായിട്ട് തന്നെ ഒരു ഗ്ലോയിങ് വന്നിട്ടുണ്ട് അല്ലേ, പെട്ടെന്ന് തന്നെ ഒരു ഗ്ലോ ആയ പോലെ ഉണ്ട് ഫേസിൽ. അത്രയും നല്ല ചേഞ്ച് വരും കേട്ടോ ഈ ഒരു സ്ക്രബ്ബറും കൊണ്ട്. അപ്പോൾ ഞാൻ സ്ക്രബ്ബർ യൂസ് ചെയ്തിട്ട് തന്നെ, നമുക്കിപ്പോൾ പെട്ടെന്നൊക്കെ പാക്ക് യൂസ് ചെയ്യാൻ സമയമില്ലാത്തവരാണെങ്കിൽ ഈ ഒരു സ്ക്രബ്ബർ മാത്രം മതി കേട്ടോ, നല്ലതാണ്. അപ്പോൾ ഞാൻ നന്നായിട്ട് തന്നെ എല്ലാവരുടെയും തുടച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വാഷ് ചെയ്യാം കേട്ടോ, പ്രശ്നമില്ല.
അപ്പോൾ ഞാൻ ആ ഒരു ക്ലോത്ത് വെച്ചിട്ട് എല്ലാവരെയും നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് പാക്ക് ഇനി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം കേട്ടോ. പാക്കിന് വലിയ ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. സിമ്പിളായിട്ട് ടൊമാറ്റോ മാത്രമാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത്. ടൊമാറ്റോ കൊണ്ടാണ് ഇതെല്ലാം പാക്കും ഒക്കെ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ടൊമാറ്റോ ജ്യൂസാണ് വേണ്ടത് കേട്ടോ. ടൊമാറ്റോ ജ്യൂസ് ഞാനൊരു ടൊമാറ്റോ എടുത്തിട്ട് പഴുത്ത ടൊമാറ്റോ ആണ്, അത് നന്നായിട്ട് എൻ്റെ കൈ കൊണ്ട് തന്നെ ഉടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ടൊമാറ്റോൻ്റെ സ്കിന്നൊന്നും കളയണ്ട, ഡയറക്റ്റ് അങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് കൈ കൊണ്ട് ചെയ്തത് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കടലമാവാണ് നമുക്ക് വേണ്ടത്. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി, ടൊമാറ്റോ ജ്യൂസും കടലമാവും മാത്രം മതി കേട്ടോ. എന്നിട്ട് ആ ടൊമാറ്റോ ജ്യൂസ് നമുക്ക് ഈ കടലമാവിൽ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മിക്സാക്കി കൊടുക്കാം കേട്ടോ. ഓവർ വെള്ളം പോലെ അല്ലാതെ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാസ്ക് രൂപത്തിൽ നന്നായിട്ട് തന്നെ കൊടുക്കാം കേട്ടോ. എന്നിട്ട് ആ ഒരു പാക്ക് നമുക്ക് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു പാക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിലുണ്ടാകുന്ന പാടുകൾ വേഗം റിമൂവ് ആക്കി തരും കേട്ടോ. നമുക്ക് 1 വീക്കൊക്കെ കണ്ടിന്യൂ ആയി യൂസ് ചെയ്ത് പറഞ്ഞാൽ ഈ ഒരു പാക്ക് നമ്മുടെ ഫേസിൽ ഇനിയിപ്പോൾ വല്ല പിമ്പിൾസൊക്കെ വന്നിട്ടുള്ള പാടൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ മെല്ലെ മെല്ലെ മങ്ങി പോണ പോലെ തോന്നും കേട്ടോ. അത് നമ്മൾ ഒരു ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഒരു 1 വീക്കൊക്കെ യൂസ് ആക്കിയിട്ട് എടുത്താൽ മനസ്സിലാവും. നന്നായിട്ട് തന്നെ ആ ഒരു പാട് തന്നെ റിമൂവായി പോവും, അതേപോലെ നന്നായിട്ട് തന്നെ മങ്ങിപ്പോവും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രത്യേകത തന്നെ അതാണ്. ഈ ഒരു തക്കാളി എന്തുകൊണ്ടും നല്ലതാണ് കേട്ടോ. നമുക്ക് കഴിക്കാനാണെങ്കിലും അതേപോലെ ഫേസിലോ ബോഡിയിലൊക്കെ അപ്ലൈ ചെയ്യാനാണെങ്കിലും തക്കാളി എന്തുകൊണ്ടും നല്ലൊരു സംഭവമാണ് കേട്ടോ. ഈ തക്കാളി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് പറഞ്ഞാൽ തക്കാളി തന്നെയാണ് കേട്ടോ ഈ ഒരു പാക്കിൻ്റെ. അതേപോലെ തന്നെ കടലമാവും ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കടലമാവ് എന്തുകൊണ്ട് നല്ലൊരു ഇതാണ് കേട്ടോ, നല്ലൊരു പൊടിയാണ്. നമുക്ക് കടലമാവ് നന്നായിട്ട് തന്നെ യൂസ് ആക്കാം കേട്ടോ. ഫേസിലൊക്കെ നല്ലൊരു ഫേസ് പാക്കാണ് കടലമാവ് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, അപ്പോഴേക്കും നന്നായി ഉണങ്ങി കിട്ടും കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് നമ്മൾ വെച്ചിട്ടുണ്ട്, വേഗം തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൈ കൊണ്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ വാഷ് ചെയ്യാതെ കൈ കൊണ്ടൊന്ന് സോഫ്റ്റ് ആക്കിയിട്ട് നമുക്ക് ക്ലോത്തും കൊണ്ട് തുടച്ച് കൊടുക്കാം കേട്ടോ. ആ ഒരു റിസൾട്ട് നമുക്ക് നേരെ മനസ്സിലാവും. ക്ലോത്തും കൊണ്ട് തന്നെ നമുക്ക് തുടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉണങ്ങി അവിടെ നന്നായിട്ട് നമുക്ക് ഒന്ന് കൈ കൊണ്ടൊന്ന് സോഫ്റ്റ് ആക്കി കൊടുക്കണം കേട്ടോ. ഡയറക്റ്റ് അങ്ങനെ തുടയ്ക്കരുത്, കാരണം നമ്മുടെ സ്കിന്ന് ഭയങ്കര സോഫ്റ്റ് അല്ലേ. അപ്പോൾ ഡ്രൈ ആയി നിൽക്കുന്ന സംഭവമല്ലേ, ഈ പാക്കൊക്കെ ഇട്ട് പറഞ്ഞാൽ നന്നായിട്ട് ഡ്രൈ ആവില്ലേ. അപ്പോൾ നന്നായിട്ട് തന്നെ എല്ലാവിടെയും നന്നായിട്ട് തന്നെ വെള്ളം തുടച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ക്ലോത്തും കൊണ്ട് തുടച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ നമുക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലോത്താണ് വേണ്ടത്. കോട്ടൺ പോലത്തെ ക്ലോത്തുകൾ ഉപയോഗിക്കാതിരിക്കുക കേട്ടോ, അതൊക്കെ നമ്മുടെ സ്കിന്നിന് ഡാമേജ് ഉണ്ടാക്കും. അപ്പോൾ സോഫ്റ്റ് ആയിട്ടൊരു ക്ലോത്തും മതി കേട്ടോ. അതുകൊണ്ട് ഞാനിങ്ങനെ തുടച്ച് കൊടുക്കേണ്ടത് കണ്ടില്ലേ, നല്ലൊരു റിസൾട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ആ ഒരു മാറ്റം അറിയാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് ആ ഒരു തുടച്ച് മാറ്റുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ലൊരു ഗ്ലോയിങ്ങും ഒരു ഷൈനിങ് ഒക്കെ വന്ന പോലെ തോന്നുന്നുണ്ടല്ലേ ഫേസിൽ. അപ്പോൾ ശരിക്കും ഈ ഒരു ഫേസ് പാക്കുകളൊക്കെ ഉണ്ടല്ലോ, നമ്മൾ യൂസ് ചെയ്ത ദിവസത്തെക്കാട്ടും പിറ്റേ ദിവസത്തിന് നല്ല റിസൾട്ട് ആവും കേട്ടോ. പിറ്റേ ദിവസം ആയിരിക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഫംഗ്ഷനോ കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്തിട്ട് പോകാൻ, അതായത് ഉപയോഗിച്ചിട്ട് പിറ്റേ ദിവസം ഫംഗ്ഷനൊക്കെ ആണെങ്കിൽ ഇട്ടിട്ട് പോകാൻ തന്നെ നല്ലൊരു നന്നായിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു നമുക്ക് ഫംഗ്ഷന് പോകുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ഗ്ലോയിങ് ആയിട്ട് തോന്നും കേട്ടോ, നല്ലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ ഈ ഒരു ഫേസ് പാക്ക്. ഇനിയിപ്പോൾ ഫേസിൽ ടൊമാറ്റോ ഒക്കെ അപ്ലൈ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കയ്യിൽ ആദ്യം ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് വലിയ പ്രശ്നമോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. എല്ലാവർക്കും എല്ലാം ചേരുന്നുണ്ടാവില്ല. ചിലവർക്ക് നാരങ്ങ പറ്റില്ല, തൈര് പറ്റില്ല, അങ്ങനെ ഓരോരോ ഫേസിന് ഓരോരോ അലർജികളുണ്ടാവും, എല്ലാം ചേരുന്നുണ്ടാവില്ല. അപ്പോൾ നമുക്കൊന്ന് കയ്യിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കേട്ടോ. അലർജി ഉണ്ടെന്ന് തോന്നുന്നവർക്ക്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്ന് തോന്നുന്നവർക്ക് കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് തന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ എല്ലാവിടെയും നന്നായിട്ട് തുടച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു മാറ്റം നിങ്ങൾ ശരിക്കും യൂസ് ചെയ്തിട്ട് തന്നെ അറിയേണ്ടതാണ് കേട്ടോ, നല്ലൊരു മാറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.